ഇടുക്കി ഇരട്ടയാറിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ കടയിൽ നിന്നും 7 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. ഒഡീഷയിൽ നിന്നും ഇന്നലെ എത്തിയ രതീഷിന്റെ കടയിലെ ജീവനക്കാരന്റെ സുഹൃത്ത് ലക്കി നായിക്കാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇരട്ടയാറിൽ നിന്നും ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിവരങ്ങൾ. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് ഈ പഞ്ചായത്ത് അംഗം രതീഷ്, കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗം രതീഷ് ഈ കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാണുന്ന ഒരു മീൻകടയാണ്. മീൻകടയിലായിരുന്നു ഈ ആളുകൾക്ക് ആവശ്യാനുസരണം കഞ്ചാവ് കൊടുത്തിരുന്നത് എന്നുള്ളതാണ് വളരെ ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പഞ്ചായത്ത് അംഗമായിരുന്നുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് എന്തിന് അയാൾ പോയി എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ ഈ ലഹരി വിൽപ്പന അല്ലെങ്കിൽ കഞ്ചാവിന്റെ വിൽപ്പന ഉണ്ടായിരുന്നത്, വലിയ തോതിൽ വിൽപ്പന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഈ രതീഷ് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. അതായത് പലതരത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ലഹരി ഉപേക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ രതീഷ് മുൻപിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണിപ്പോൾ ഇങ്ങനെ 7 കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. എന്തായാലും ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. ഈ രതീഷിന്റെ കടയിലുണ്ടായിരുന്ന ജീവനക്കാരനുണ്ട്, ഇതര സംസ്ഥാനക്കാരനാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ലക്കി നായിക്കാണ് ഇവിടെ ഈ കഞ്ചാവ് ഇന്നലെ കൊണ്ടുവന്നത്, ഒഡീഷയിൽ നിന്ന് കൊണ്ടുവന്നത്. ഇതിന്റെ ഉറവിടമാണ് പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തെ ഇന്നലെ തന്നെ അതിന്റെ പഞ്ചായത്ത് അംഗ സ്ഥാനത്ത് നിന്ന് രാജി എഴുതി മേടിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ടാണ് ഈ 7 കിലോയോളം വരുന്ന കഞ്ചാവ് ഇന്നലെ ഈ രതീഷിന്റെ കടയിൽ നിന്ന് പിടികൂടുന്നത്. അതിലാണിപ്പോൾ പോലീസിന്റെ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കാനും പോകുന്നത്.